ബി.ജെ.പിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിലെ കരട് രാഷ്ട്രീയ പ്രമേയം. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലകളിലും BJP കടന്നുകയറി. CPIക്ക് വേണ്ടത് സ്വയം നവീകരണമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മഹേഷ്, BJPയുടെ വളർച്ച, ഒപ്പം തന്നെ അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ല, CPIക്ക് വേണ്ടത് സ്വയം നവീകരണം, എന്തെല്ലാമാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞു വെക്കുന്നത്? ബിനിൽ, BJPയുടെ അപകടകരമായ വളർച്ചയെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെടുന്ന തരത്തിലേക്കുള്ളൊരു കരട് രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടാണ് CPIയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇപ്പോൾ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. BJPയുടെ വളർച്ച കണക്കുകൂട്ടിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ കരട് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. BJPക്കെതിരെ വിശാല ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണെന്നും രാഷ്ട്രീയ പ്രമേയം പറയുന്നു. ഐക്യം തന്ത്രപരമായ അനിവാര്യതയെന്നും CPI വിലയിരുത്തുന്നുണ്ട്. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലകളിലും BJP കടന്നു കയറിയിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടു കൂടിയ പദ്ധതികൾ വിഭാവനം ചെയ്യണമെന്നും CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം പറയുന്നു. തെരഞ്ഞെടുപ്പുകളെ സീസണലായി കാണുന്നത് അത് അപകടം ചെയ്യുമെന്നും ഈ കരട് രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം, മറിച്ച് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല നേതൃതലത്തിലും പുതുതലമുറയെ കൂടുതൽ കൊണ്ടുവരണമെന്നും ഈ കരട് രാഷ്ട്രീയ പ്രമേയം റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള അവസരമായി കൂടി കണക്കാക്കണം. ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയായി അതിനെ കാണേണ്ടതുണ്ടെന്നും കരട് രാഷ്ട്രീയ പ്രമേയം പറയുന്നു. CPIക്ക് സ്വയം നവീകരണം ആവശ്യമാണ് എന്നും കരട് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കനൽ എന്ന യൂട്യൂബ് ചാനൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് പ്രകാശനം അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചാനൽ അത്തരത്തിലേക്ക് നവമാധ്യമങ്ങളടക്കം ഇടപെടേണ്ടതുണ്ടെന്നും കരട് രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിലും അതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു. രൂപത്തിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും CPI അതിൻ്റെ പൈതൃകം കാക്കേണ്ടതുണ്ട്. കാരണം ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ്. അത് ആ മേധാവിത്വം നിലനിർത്താൻ CPIക്ക് സാധിക്കണം. പുതുതലമുറ കമ്മ്യൂണിസ്റ്റ് വഴികാട്ടേണ്ട ചുമതല കൂടി CPIക്കുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നു. അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലും റിപ്പോർട്ടിൽ ഉണ്ട്. ശരി, താങ്ക് യു. മഹേഷ് ചന്ദ്രനാണ് ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ തത്സമയ വിവരങ്ങൾ നൽകിയത്.